വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് 12ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ നടക്കാൻ പോകുന്ന പേപ്പർ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. BCom BBA സ്റ്റുഡൻസിന്റെ കോമൺ സബ്ജക്റ്റ് ആണ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. 6th ക്ലാസ്സസ് ഓൾറെഡി അവൈലബിൾ ആണ്, അതിലും ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇക്വേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വരാറുണ്ട്. അതിലിപ്പോൾ ആദ്യം ഇക്വേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം, തിയറി. അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻ എന്താണ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് എന്നുള്ളത് പ്രതീക്ഷിക്കാം. മറ്റൊരു തിയറി ചോദ്യം നിർബന്ധമായി നോക്കണം. അങ്ങനെ പിന്നെ സൈമുൾട്ടേനിയസ് ഇക്വേഷൻ മറ്റൊരെണ്ണം. ഇതൊക്കെ എന്താണ്? സൈമുൾട്ടേനിയസ് ഇക്വേഷൻ എന്താണ്? സൈമുൾട്ടേനിയസ് ഇക്വേഷൻ ഇൻ 3 വേരിയബിൾ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇൻ 3 വേരിയബിൾ. അപ്പോൾ ഇക്വേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിക്കാം. ഇനി കമ്പൽസറി ആയിട്ട് വരുന്നത് മെട്രിക്സ് ആണ്. മെട്രിക്സ് എന്താണ്? മെട്രിക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിലെ ഏതെങ്കിലും 1 or 2 വരെ നമുക്ക് എക്സാമിന് വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരെണ്ണം ട്രയാങ്കുലർ മെട്രിക്സ് എന്താണ്? ട്രയാങ്കുലർ മെട്രിക്സ് എന്താണ്? നമ്പർ 1. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റൊന്നാണ് സ്കാലർ മെട്രിക്സ്. ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഇടുക, എന്നാലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളത് സ്കാലർ മെട്രിക്സ്. അതുപോലെ തന്നെ ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, അതൊക്കെ നോക്കിയിരിക്കണം. അതുപോലെ തന്നെ മൈനർ എലമെന്റ് ഓഫ് എ മെട്രിക്സ് എന്താണ്? മൈനർ എലമെന്റ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഇതൊക്കെ, അപ്പോൾ മെട്രിക്സ് എന്താണ്? മെട്രിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്സിലെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ ഓർഡർ ഓഫ് മെട്രിക്സ്, മൈനർ എലമെന്റ് ഓഫ് മെട്രിക്സ്, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? നോക്കിയിരിക്കണം, ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മെട്രിക്സിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഒരെണ്ണം പറയാൻ വിട്ടുപോയത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്ക്യൂ സിമെട്രിക്, ഇതൊക്കെ ഉള്ള ടൈപ്സിലുള്ളതാണ്. സിമെട്രിക് മെട്രിക്സ്, അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കുക. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ചോദ്യം ആന്വിറ്റി ആണ്. ആന്വിറ്റി എന്താണ് നോക്കണം. അതുപോലെ തന്നെ പെർപെച്യൂറ്റി എന്താണ്. പിന്നെ ഇതിൽ തന്നെ ഇമ്മീഡിയറ്റ് ആന്വിറ്റി എന്താണ്. ദെൻ പെർപെച്യൂറ്റി എന്താണ്. ഗ്രോയിങ് പെർപെച്യൂറ്റി എന്താണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. ദെൻ സീരീസിൽ ഡിസ്ക്രീറ്റ് സീരീസ് എന്താണ്? ഡിസ്ക്രീറ്റ് സീരീസ് എന്താണ്? കണ്ടിന്യൂസ് സീരീസ് എന്താണ്? ഇൻഡിവിജ്വൽ സീരീസ് എന്താണ്? അപ്പോൾ അങ്ങനെ സീരീസിലെ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ചോദ്യം ഇൻഡിവിജ്വൽ സീരീസ് എന്താണ്? അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? അതല്ലെങ്കിൽ
ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്, അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ എന്താണ്, റേഞ്ച് എന്താണ്, അത് നേരത്തെ പറയാൻ വിട്ടുപോയി. റേഞ്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം പ്രതീക്ഷിക്കാം. പ്രോബ്ലം 2 മാർക്സിന് ഒരു പ്രോബ്ലം വരാറുണ്ട്, റേഞ്ച്, കോഷ്യന്റ് ഓഫ് റേഞ്ച്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണം വരാറുണ്ട്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്, ഇതിൻ്റെ തിയറി നോക്കണം, ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് ഒരെണ്ണം പ്രതീക്ഷിക്കാം. 2 മാർക്സിന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു ചോദ്യം ഇതിൽ തന്നെയുള്ളതാണ്, ഇഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് സീക്വൻസ് എന്താണ്, റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് കേട്ടോ. ഇനി ഈസി ആയിട്ടുള്ള സ്റ്റാറ്റിയുടെ ഏരിയയിൽ നിന്നുള്ളതാണ്, മീൻ എന്താണ്, മീഡിയൻ എന്താണ്, മീഡിയൻ എന്താണ്, മോഡ് എന്താണ്, ഇതിൻ്റെ തിയറി നോക്കണം. അതുപോലെ തന്നെ നമുക്ക് പ്രോബ്ലം 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. തിയറി പ്രോബ്ലം നോക്കണം കേട്ടോ, 2 വരാം. പിന്നെ മീനിൽ ഇപ്പോൾ ജിയോമെട്രിക് മീൻ, അതിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല, ഇങ്ങനെ അതിൻ്റെ തിയറി നോക്കി വെച്ചോളൂ. GM എന്ന് ഞാൻ എഴുതണല്ലോ, ജിയോമെട്രിക് മീൻ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ മെറിറ്റ്സ് ഡിമെറിറ്റ്സും കൂടി നോക്കി വയ്ക്കുക. തിയറി ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അത് നോക്കാം. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം സ്ക്യൂനെസ് എന്താണ്, അതുപോലെ തന്നെ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അതും കൂടി നോക്കി വയ്ക്കുക. പോസിറ്റീവ് സ്ക്യൂനെസ് എന്താണ്, അങ്ങനെയും ചോദിക്കാം. അതുപോലെ തന്നെ കുട്ടോസിസ് എന്താണ്, ഇതൊക്കെ എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. തിയറി 2 മാർക്കിന്, അതല്ലാണ്ട് വലിയ മാർക്കിനുള്ളത് ഒന്നും വരാറില്ല. ജസ്റ്റ് തിയറി 2 മാർക്സിന്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്, എന്താണെന്ന് മാത്രം നോക്കാം. പിന്നെ റേഞ്ചിൻ്റെ ഞാൻ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ടൈം വാല്യൂ ഓഫ് മണി എന്താണ്, അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം നോക്കി വയ്ക്കുക. ഓക്കെ, പ്രോബ്ലം, തിയറി, ടൈം വാല്യൂ ഓഫ് മണി. പിന്നെ കൺവേർജൻ സീരീസ് എന്താണ്, 2 മാർക്സിന് തിയറി ചോദിച്ചിട്ടുള്ളതാണ്. കൺവേർജൻ സീരീസ് എന്താണ്. പിന്നെ പ്രോബ്ലം തിയറിയും ചോദിക്കുന്നതാണ്, ജിയോമെട്രിക് പ്രോഗ്രഷനും ഹാർമോണിക് പ്രോഗ്രഷനും, GP HP, ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്താണ്, അതുപോലെ തന്നെ ഹാർമോണിക് പ്രോഗ്രഷൻ HP എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അതിൻ്റെ തിയറിയും പ്രോബ്ലം നോക്കാം കേട്ടോ. അതിൻ്റെ പ്രോബ്ലം പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ തിയറി ആയിട്ടും ചോദിക്കാം. ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്താണ്, മറ്റൊരു ചോദ്യം. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്താണ്. ദെൻ നേരത്തെ പറയാൻ വിട്ടു, ഇത് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്. ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഒരു 2-3 പ്രോബ്ലംസും ബാക്കിയൊക്കെ തിയറി ആയിട്ടാണ് കണ്ടുവരാറ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, ഇക്വേഷൻ. അതിൽ പലതരത്തിലുള്ള ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സൈമിൾട്ടേനിയസ് ഇക്വേഷൻ, അതിൻ്റെ തിയറി നോക്കുക. പിന്നെ മെട്രിക്സിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ പറഞ്ഞു, ട്രയാങ്കുലർ, സ്കാലർ, പിന്നെ മൈനർ എലമെൻറ്റ് ഓഫ് എ മെട്രിക്സ്, സ്ക്യൂ മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ആന്വിറ്റി എന്താണ്, ഇമ്മീഡിയറ്റ് ആന്വിറ്റി, അതുപോലെ തന്നെ പെർപ്പച്വിറ്റി, ഗ്രോയിങ് പെർപ്പച്വിറ്റി കൺസെപ്റ്റ്, പിന്നെ ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ്, ഇൻഡിവിജ്വൽ സീരീസ് എന്താണെന്നുള്ളത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, റേഞ്ച് എന്താണ്, അതിൻ്റെ പ്രോബ്ലം തിയറി നോക്കുക. സിംപിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിൻ്റെ പ്രോബ്ലം, പിന്നെ ഇഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് എന്താണ്, സീക്വൻസ് എന്താണ്, മീൻ, മീഡിയൻ, മോഡ്, ഇതൊക്കെ എന്താണെന്നുള്ളതിൻ്റെ തിയറിയും പ്രോബ്ലം, പിന്നെ അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ജിയോമെട്രിക് മീൻ എന്താണെന്ന് നോക്കുക. സ്ക്യൂനെസ്, കുട്ടോസിസ്, സ്ക്യൂനെസ്സിൽ പോസിറ്റീവ് സ്ക്യൂനെസ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ടൈം വാല്യൂ ഓഫ് മണീൻ്റെ പ്രോബ്ലം നോക്കുക. കൺവേർജൻ സീരീസ്, GP HP,
മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ദെൻ പിന്നെ ഇത്, ആൻഡ് ഫൈനലി ഇത് കേട്ടോ. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.